മണികലട ലത്തീഫ് എൽ കെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണികലട ഞാനിപ്പോൾ ഉള്ളത് എടക്കഴിയൂർ 4-കല്ല് മബ്രൂക്ക് കാറ്ററിംഗ് സർവീസിന്റെ കിച്ചണിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നൗഷാദാണ് അവിടുത്തെ മെയിൻ വർക്കർ. പിന്നെ ഹെൽപ്പർമാരായിട്ട് സലീമുണ്ട്, റാഫി ഉണ്ട്. അവിടെ സലീമാണെങ്കിൽ സവാളൊക്കെ വൃത്തിയാക്കിയിട്ട് മെഷീനിൽ കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബീഫ് ബിരിയാണിക്ക് ആവശ്യമുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, നല്ല ജീരകം, പെരിഞ്ജീരകം, സജീരകം, ജാതിപത്രിക, കുരുമുളക് തുടങ്ങിയ കസൂരിമതി അടക്കം ഐറ്റംസുകൾ പൊടിച്ചതും പൊടിക്കാത്തതൊക്കെ വേറെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് റാഫി. അപ്പോഴാണ് ഷമീർ വന്ന് പറഞ്ഞത് പകുതി ബീഫ് മൂത്തതും പകുതി ബീഫ് ചള്ളാണ്. ഇത് കേട്ടതും നൗഷാദ് ഒന്നും നോക്കിയില്ല. 80 കിലോ ഇറച്ചി വേവിക്കാൻ പറ്റി ചെമ്മുണ്ട് വലിച്ചിട്ട് എടുത്തേണ്ട് 40 കിലോ മൂത്ത ബീഫിന് ചെമ്പിൽ കണ്ട് തട്ടിയാണ്ട് തക്കാളി സവാള അരിഞ്ഞതും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മീറ്റ് മസാല ഗരം മസാലയുടെ പൊടികളൊക്കെ ഉണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് തിരുമ്പിയാണ് മിക്സ് ആക്കിയാണ്ട് അടുപ്പത്ത് അങ്ങോട്ട് കയറ്റി ഒരു 3 മണിക്കൂർ കെട്ടിക്കട്ടെ. അവിടെ 3 മണിക്കൂർ കഴിഞ്ഞ് വേവ് നോക്കി നോക്കുമ്പോണ്ടല്ലോ മുക്കാ വേവായപ്പോ ചള്ളി ബീഫിനെ അതിൽ കണ്ട് ബാക്കിയുള്ള ചേരുവകളോട് ചേർത്തിട്ട് അവിടെ ഇട്ട് കുറച്ചേരം. നൗഷാദ് ആളിങ്ങനെയാണെങ്കിലും ഒരു 1.5 നരിയാണ് ഇട്ട. തള്ളു ബീഫ് വേവാൻ അധികം പണിയൊന്നുമില്ലല്ലോ. കുറച്ചേരം അവിടെ ഇട്ട് അടുത്തതായിട്ട് ഇനി നമുക്ക് അരി വറ്റിച്ചെടുക്കണ്ടേ. അതിന് 2 പാക്കറ്റ് സൺഫ്ലവറും 2 പാക്കറ്റ് നെയ്യും ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നപ്പോ അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക തുടങ്ങിയതും വേപ്പിൽ ഇട്ടിട്ട് മൂത്തിണ്ട് വന്നപ്പോ അരി അളന്ന ചെമ്പ് കൊണ്ട് 2 ചെമ്പ്, ഒരു ചെമ്പ് അരിയാണ് ഉണ്ടായിരുന്നത്, 2 ചെമ്പ് വെള്ളം, കുറച്ച് വെള്ളം ഇന്ന് മാറ്റിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട് ഒഴിച്ച് അതിലേക്ക് ഒരു 2-3 ചെറുനാരങ്ങയും അരിഞ്ഞാണ്ട് ഇട്ടേണ്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചു. ഈ സമയം കൊണ്ട് സലീമിനെ റാഫിനും കാണാമല്ലോ കേട്ടാ. തിരിഞ്ഞു നോക്കുമ്പോ അരി കഴുകണ തിരക്കിലാണ്. അരിയൊക്കെ കഴുകി ഊറ്റി വെച്ച് ചോറ് വെപ്പിന് പോയാൽ ഇടക്കിടക്ക് ഉള്ളിലേക്ക് കുറച്ച് ചൂട് കെട്ടാൻ കട്ടൻ ചായ ആവശ്യമാണ്. പുറത്തുനിന്ന് കിട്ടുന്ന ചൂട് പോരാന്ന് പറഞ്ഞിട്ട് അകത്ത് കുറച്ച് ചൂട് കൊടുക്കാൻ നൗഷാദ് അവിടെ ചൂടുള്ള പാൽ ചായ കുടിക്കണം. റാഫി അവിടെ മൈദനോട് ഗുസ്തി പിടിക്കാണ്. ദമ്മിടുമ്പോ മൂടിക്കഴിഞ്ഞാൽ ഏറെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൈദ കൊണ്ട് ഒട്ടിക്കുന്നത്. ഷമീറിന്റെ വീട്ടില് റാത്തീഫ് മജ്‌ലിസ് നടക്കണം. വരുന്നവർക്കും അയൽവാസികൾക്കും റാത്തീഫുകാർക്ക് അടിപൊളി ബിരിയാണി വേണം എന്ന് പറഞ്ഞപ്പോഴാണ് മബ്രൂക്ക് കാറ്ററിംഗ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ്. ബീഫിന്റെ കഷ്ണം കടിക്കുമ്പോൾ വിരല് കൂട്ടി കടിക്കാതെ ശ്രദ്ധിക്കണം. അത്ര അടിപൊളി ബിരിയാണിയാണ് നൗഷാദ് തയ്യാറാക്കി കൊടുക്കുന്നത്. വെള്ളം തിളച്ച് വന്നപ്പോ ഊറ്റി വെച്ച അരി നമ്മൾ അതിലേക്ക് ഇട്ട് വറ്റിച്ചെടുത്ത ചോറ് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പോത്ത് മസാലയിലേക്ക് ആ ചോറിനെ കോരിയിട്ട് എന്താണ് ഈ തെളിക്കണമെന്ന് മാത്രങ്ങൾ ചോദിക്കണ്ട. അതാണ് മക്കളെ മിൽക്ക് മേഡും പൈനാപ്പിൾ എസൻസും വനില എസൻസും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ വെട്ടിവെച്ച ക്യാരറ്റ്, പൈനാപ്പിൾ, വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, ക്യാപ്സിക്കം ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ കുറച്ച് സൺഫ്ലവറും ആർക്കേജ് കൊണ്ട് ഒഴിച്ചു കൊടുത്തേണ്ട് മൈദ ഒട്ടിച്ചുകൊണ്ട് മൂടിണ്ട് വെച്ച് കുറച്ച് തീയാണ്ട് മുകളിലിട്ട് ഇനി പോത്ത് ബിരിയാണിയുടെ മണം പുറത്ത് വരണമെങ്കിൽ നമ്മൾ കഴിക്കണ സമയത്ത് ദമ്മ് പൊട്ടിക്കണം. മാണിക്കല്ലേ ദമ്മ് പൊട്ടിച്ച് നോക്കുമ്പോണ്ടല്ല ഒരു രക്ഷയില്ലട്ട ബിരിയാണി. അപ്പോൾ ഇതാണ് നമ്മുടെ മബ്രൂക്ക് കാറ്ററിംഗ് സർവീസിന്റെ ക്യാപ്റ്റൻ നൗഷാദ്. നൗഷാദിന്റെ സഹായികളാണ് സലീം, റാഫി. മാണിക്കക്കല്ലുള്ള എന്ത് തന്നെ ആവശ്യങ്ങളും നിങ്ങൾക്കുണ്ടോ, ചെറുതും വലുതുമായ എന്ത് തന്നെ ആവശ്യങ്ങളുണ്ടെങ്കിലും വെളിപ്പുറത്ത് നൗഷാദിന് ഇട്ട അടിപൊളി ഫുഡാണ്. നൗഷാദിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വെളിപ്പുറത്ത് നൗഷാദിൻ്റെ. അപ്പോൾ അടിപൊളി ഫുഡാണ് മാണിക്കക്കല്ലുള്ള. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും.